രാഹുൽ ഈശ്വറിന് ജാമ്യം ഇല്ല എന്ന പുതിയ വാർത്ത വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിലാണ് ജാമ്യം ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. SCJM കോടതിയാണ് ജാമ്യം നിഷേധിച്ച്. TS ഹരികൃഷ്ണൻ ഇരുന്നുണ്ട്. ഹരി, എന്തൊക്കെ വാദങ്ങളായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ അപേക്ഷയാണ് കോടതിക്ക് മുൻപാകെ രാഹുൽ ഈശ്വർ നടത്തിയത്? പ്രോസിക്യൂഷന്റെ വാദം ശരിവെച്ചുകൊണ്ടാണോ ഇപ്പോൾ ജാമ്യം നിഷേധിക്കുന്നത്? വിവരങ്ങൾ. പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായും ശരിവെക്കുകയാണെന്ന് കോടതിയിൽ സംഭവിച്ചത്. അതായത് രാഹുൽ ഈശ്വർ കേസുമായി സഹകരിക്കുന്നില്ല, അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഇത് കോടതി ശരിവെക്കുകയായിരുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിന്റെ ജാമ്യം ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത്. ACJM കോടതിയാണ് രാഹുൽ ഈശ്വറിന്റെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ആദ്യവും രാഹുൽ ഈശ്വർ ജാമ്യ ഹർജി നൽകിയിരുന്നതും ACJM കോടതിയായിരുന്നു. അപ്പോൾ ജാമ്യ ഹർജി നിഷേധിച്ചു. അതിനുശേഷം സ്വാഭാവികമായിട്ടും മേൽക്കോടതിയിലായിരുന്നു പോകേണ്ടിയിരുന്നത്. ജില്ലാ സെഷൻസ് കോടതിയിൽ പോകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇതിനിടയിൽ രാഹുൽ ഈശ്വർ ചെയ്ത പണി എന്തെന്നാൽ ജില്ലാ സെഷൻസ് കോടതിയിലും ഒപ്പം തന്നെ ACJM കോടതിയിലും 2 ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തു. ഇത് നിയമവിരുദ്ധമാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇതിന് പിന്നാലെ ജില്ലാ സെഷൻസ് കോടതിയിലെ ജാമ്യ ഹർജി പിൻവലിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇന്ന് ACJM കോടതിയിലെ ജാമ്യ ഹർജി കോടതി പരിഗണിച്ചത്. അതാണെങ്കിൽ തള്ളുകയും ചെയ്തു. പ്രോസിക്യൂഷൻ കൃത്യമായി വാദിച്ചത് രാഹുൽ ഈശ്വർ ഈ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നില്ല. നേരത്തെ തന്നെ പോലീസ് പറഞ്ഞിരുന്നു, അതായത് ലാപ്ടോപ്പൊക്കെ പിടിച്ചെടുത്ത സമയത്ത് ലാപ്ടോപ്പിന്റെ പാസ്വേഡൊക്കെ രാഹുൽ ഈശ്വറിനോട് ചോദിച്ചെങ്കിലും അത് രാഹുൽ ഈശ്വർ പറഞ്ഞു തരാൻ തയ്യാറായിരുന്നില്ല. രാഹുൽ ഈശ്വർ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളായിരുന്നു കോടതിയിൽ വാദിച്ചത്. അക്കാരണങ്ങൾ പ്രോസിക്യൂഷൻ പറഞ്ഞ ആ കാരണങ്ങളെല്ലാം കോടതി അംഗീകരിക്കുകയും രാഹുൽ ഈശ്വറിനുള്ള ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി രാഹുൽ ഈശ്വറിന് ജില്ലാ സെഷൻസ് കോടതിയിൽ, മേൽക്കോടതിയിൽ ജാമ്യ ഹർജിയുമായി പോകാം. അപ്പോഴും ഈ കോടതി ഈ ജാമ്യം നിഷേധിച്ച കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ പ്രോസിക്യൂഷൻ, അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ ഹരി? ഇതിൽ യഥാർത്ഥ ഡേറ്റ അത് റിക്കവർ ചെയ്യണം, ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച ശേഷം അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സഹകരിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് പ്രോസിക്യൂഷൻ ഇങ്ങനെ പറയേണ്ടി വരുന്നത്? അതായത് സ്വാഭാവികമായും നമ്മൾ ഈ കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തിയും മറ്റുമൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളായിരുന്നു, വകുപ്പുകളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ രാഹുൽ ഈശ്വറിന്റെ അതിനുശേഷമുള്ള നടപടികളാണ് ഈ ജാമ്യം നിഷേധിക്കാൻ കാരണമായതെന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതൊരു സൈബർ കേസ് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഈശ്വർ ഉപയോഗിച്ച ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പൊക്കെ പിടിച്ചെടുക്കുന്ന സ്വാഭാവികമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതിൽ നിന്ന് വേണം മറ്റ് വിവരങ്ങളും മറ്റുമൊക്കെ ശേഖരിക്കാൻ. ലാപ്ടോപ്പ് ലോക്ക്ഡ് ആയിരുന്നതിനാൽ അതിൻ്റെ പാസ്വേഡും മറ്റു കാര്യങ്ങളും പോലീസ് പറഞ്ഞു തരാൻ രാഹുൽ ഈശ്വറിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ രാഹുൽ ഈശ്വർ അത് പറഞ്ഞു നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്ന കാര്യവും. ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചതും അക്കാര്യങ്ങളാണ്. ആ രീതിയിൽ കേസന്വേഷണത്തോട് സഹകരിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുമായിരുന്നു. പക്ഷേ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സഹകരണം അന്വേഷണത്തോട് ഉണ്ടായില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ആ പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇത് കൂടാതെ നിയമവിരുദ്ധമായി രാഹുൽ ഈശ്വർ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ ഈ ഹർജി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം ജാമ്യം പരിഗണിച്ച് തള്ളിയ കോടതിയിൽ തന്നെ വീണ്ടും ഒരു ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്നു. ഇതുകൂടാതെ സെഷൻസ് കോടതിയിൽ മറ്റൊരു ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്നു. ഇതിനുശേഷം ഇത് കോടതിയിൽ വരുമ്പോൾ അത് നിയമപരമായി ശരിയല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും പിന്നെ സെഷൻസ് കോടതിയിലെ ജാമ്യ ഹർജി പിൻവലിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മാറ്റിവെച്ചതിന് ശേഷം ഇന്ന് കോടതി ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ ഇക്കാര്യങ്ങൾ വാദിച്ചു. അപ്പോൾ പഴയ പശ്ചാത്തലവും ഈ ചെയ്ത നടപടിക്രമങ്ങളും ഒക്കെ കൂട്ടി വായിച്ചായിരിക്കും. കാരണം വരുത്തിവെച്ച വിരയാണ് നമ്മൾ ആലോചിക്കണം. ഇതിലെ യഥാർത്ഥ പ്രതിയേർക്കപ്പെട്ട പ്രതിസ്ഥാനത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടക്കാല ആശ്വാസമായി പുറത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് രാഹുലിന് വേണ്ടി വാദമുഖങ്ങൾ ഉയർത്തി സൈബറിടങ്ങളിൽ ഇരയെ അധിക്ഷേപിച്ച രാഹുൽ ഈശ്വറിന് ഒരാശ്വാസവും ലഭിക്കുന്നില്ല. തിരിച്ചടി മാത്രമാണ് ഈ ദിവസം ഉണ്ടാകുന്നത്.